ഇപ്പോൾ CPIഎമ്മിന്റെ പ്രതിനിധി എ റഹീം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റഹീം, 62 കക്ഷികളെയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അവരുടെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചത്. അതിൽ 32 പാർട്ടികൾ വളരെ കൃത്യമായി അവരുടെ അനുകൂല നിലപാട് രേഖപ്പെടുത്തി. 15 പാർട്ടികൾ എതിർത്തു. എതിർത്തവരുടെ കൂട്ടത്തിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ കക്ഷിയുണ്ട്. അതിലേക്ക് വരാം. ഈ എതിർപ്പ് നമുക്കറിയാം. ഇവിടെ ഈ ഫെഡറലിസം ഇപ്പോൾ തന്നെ അപകടകരമായ ഒരു സ്ഥിതിയിൽ ഫെഡറലിസം നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കലുകൾ വരുന്നത്. ഇതിനെ എന്തുകൊണ്ടാണ് CPIഎം എതിർക്കുന്നത്? CPIഎം എതിർക്കുന്നത് ഇതിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്ക്, രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്ക് ഇതെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകാധിപത്യ വാഴ്ചയിലേക്ക് നമ്മുടെ രാജ്യത്തെ പതുക്കെ കൊണ്ടുപോകുന്നതിനുള്ള സംഘപരിവാറിൻ്റെ രഹസ്യ അജണ്ടയാണ്, ഒളിഞ്ഞിരിക്കുന്ന അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന രാഷ്ട്രീയമായ ബോധ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് CPIഎം ഇതിനെ രാഷ്ട്രീയമായി അതിശക്തമായി എതിർക്കുന്നത്. ഇവിടെ ഹൈ ലെവൽ കമ്മിറ്റിക്ക് മുമ്പാകെ ഞങ്ങൾ പോവുകയും രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ മുമ്പാകെ കൃത്യമായി CPIഎമ്മിൻ്റെ നിലപാടുകൾ അക്കമിട്ട് ഞങ്ങളുടെ കൺസേൺസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ലിഖിതമായ ഡോക്യുമെൻ്റാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ആകെ തുക ഇതാണ്. RSS, ഇതിന് പിന്നിൽ RSSന് കൃത്യമായൊരു അജണ്ടയുണ്ട്. എന്താണ് അജണ്ട? അത് ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നതിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് RSSൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. RSSൻ്റെ ജന്മദിശയിൽ തന്നെ അവർ മുമ്പോട്ട് വെച്ച മുദ്രാവാക്യമാണത്. 2025 എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ RSS രൂപീകരണത്തിൻ്റെ 100-ാം വർഷമാണ്. അപ്പോൾ RSS രൂപീകരണത്തിൻ്റെ 100-ാം വർഷത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കമാണിത് എന്ന് തിരിച്ചറിയാൻ ഇന്ത്യൻ ജനാധിപത്യത്തെയും കുറിച്ച് മിനിമം ധാരണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കും. CPIഎം എക്കാലത്തും ഇന്ത്യൻ ജനാധിപത്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, ഇന്ത്യൻ ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് നിർണായകമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് അതിശക്തമായി ഇതിനെ എതിർക്കേണ്ടതുണ്ട്. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ ഞങ്ങളുടെ എതിർപ്പ് അറിയിച്ചതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ അഭിപ്രായം ഞങ്ങൾ പാർലമെൻറ്റിനുള്ളിൽ ഇത് അവതരിപ്പിക്കും. പാർലമെൻറ്റിന് പുറത്ത് ജനങ്ങളെയാകെ അണിനിരത്താൻ, ജനങ്ങളെയാകെ ബോധവൽക്കരിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഇതിൽ എതിർപ്പറിയിച്ച വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, സമാജ്വാദി പാർട്ടിയുണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗമുണ്ട്, RJD ഉണ്ട്, നിരവധി പാർട്ടികൾ, DMK. ആ പാർട്ടികളുടെ അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും ഇപ്പോൾ അഭിപ്രായ രൂപീകരണത്തിലേക്ക് പങ്കെടുക്കാതിരുന്ന രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ സമൻസ് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാതിരുന്ന പാർട്ടികളുണ്ട്. ആ പാർട്ടികളെ തീർച്ചയായിട്ടും യോജിപ്പിക്കുന്നതിൽ ഇനി അതിന് പുറമെ ഇപ്പോൾ ഭരണകക്ഷിയിൽ തന്നെ നിൽക്കുന്ന TDPയുടെ നിലപാട് എന്താണിത്? ഇപ്പോൾ ഈ കമ്മിറ്റിയെ പൊതുവിൽ അംഗീകരിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം യുനാനിമസായി പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എങ്കിലും അവരെ ഉൾപ്പെടെ ഇതിൻ്റെ അപകടം ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് CPIഎം എക്കാലത്തെയും പോലെ ഇനിയും മുന്നിട്ട് നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് CPIഎമ്മിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണിത്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ചരിത്രപരമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ്. ആ കടമ CPIഎം യഥാവിധി നിർവഹിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.